ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ബ്രക്കോളി വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രക്കോളി ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചെറിയ പീസാക്കിയിട്ട് മുറിച്ചൊന്ന് വേവിച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ സവാള എടുത്തിട്ട് അങ്ങനെ ചതുരത്തിൽ മുറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചെറിയ പീസായിട്ട് വേണ്ടതിനും കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ സവാള മുറിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളകും കൂടെ വേണം. പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള മാത്രം ചേർത്താൽ മതി കേട്ടോ. തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരും. അപ്പോൾ ഇങ്ങനൊന്ന് വഴന്ന് വരുന്ന അതിൻ്റെ ശേഷമാണ് നമ്മൾ ബ്രക്കോളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്തത് അതിലേക്കായിട്ട് നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനിവിടെ കാഷ്യൂനട്ടും ബദാമും വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബ്രക്കോളി ചേർത്ത് കൊടുക്കുക. ബ്രക്കോളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഇത് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ മിക്സ് ആക്കുന്നത് നല്ല എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അതിലിപ്പോൾ ഇത് വെള്ളമൊന്നും ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രക്കോളിക്ക് അധികം വേവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഗരം മസാലപ്പൊടി അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയം അതിൽ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാഷ്യൂനട്ടും ബദാമും കൂടെ അരച്ചിട്ടുണ്ടായിരുന്ന ആ പേസ്റ്റും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ തിക്നെസ്സിൽ ഒന്ന് ചെറുതായിട്ട് കുറുകി വരും. ആ ടൈമിൽ കുറച്ച് ഒറിഗാനോ കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബട്ടർ ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല. അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ബ്രക്കോളി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.